നിങ്ങളിപ്പോൾ നടു ഇതിലല്ലേ ഉള്ളു, നല്ല വെയിലാ. സൂര്യേട്ടൻ വല്ലാണ്ട് സഹായിക്കുന്നുണ്ട് ചൂട് തന്നിട്ട്. അച്ഛൻ പണിതായത്. ഈ അവസരത്തിൽ എന്താണ് അച്ഛന് പറയാനുള്ളത്? ഹലോ ഗൈസ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വർത്താനം പറയുന്നതിനകത്ത് ചെറിയൊരു പ്രശ്നമൊക്കെ ഉണ്ട്, സഹകരിക്കണം. അപ്പോൾ രാവിലെ തന്നെ വോട്ടെണ്ണലൊക്കെ അല്ലേ ഗൈസ്, അതുകൊണ്ട് ഇന്ന് ഇവിടുന്ന് ആരും എവിടെയും പോയിട്ടൊന്നുമില്ല, എല്ലാവരും വീട്ടിൽ തന്നെ ഇരിപ്പുണ്ട്. അതുകൊണ്ട് രാവിലെ തന്നെ ചായക്ക് ചക്കയാണ് ഉണ്ടാക്കുന്നത്. ചക്ക ഇതാ അരിഞ്ഞ് ചക്ക കുറച്ചുകൂടെ ഉണ്ട്. എൻ്റെ ഷോമി ഉണ്ട് ബേക്ക്. ഷോമിനെ കാണിച്ചു കൊടുക്കച്ചോ, കാണുന്നുണ്ടോ? ഉള്ളിലേക്ക് നോക്കി നിൽക്കുന്നത് വേറെ ഒന്നുമല്ല, കുറിഞ്ഞീനുണ്ട്. എൻ്റെ പൂച്ചപ്പണ്ണുണ്ട് ഉള്ളിലെങ്ങാനും ഇരുന്നിക്ക്, അതിനെ നോക്കിയിട്ടാണ് ഇരുത്തം. കുറച്ചുകൂടെ കഴിയുമ്പോൾ അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ആയിട്ട് വരും. പിന്നെ അപ്പം ഇന്ന് നമുക്ക് ചക്ക ഉണ്ടാക്കാം. ചക്ക ഉണ്ടാക്കലാണ് മെയിൻ പരിപാടി. ചക്കയുണ്ട്, ചക്കയും ചിക്കനും ഉണ്ട്. ചിക്കൻ ചക്കയും ചിക്കൻ കറിയും. വർത്താനം പറയുന്നത് ആദ്യമായിട്ടാണ് ഞാൻ ചക്ക അരിഞ്ഞിടുമ്പോൾ കഴിക്കാണ്ടിരിക്കുന്നത്. ഇത്രയും വർഷത്തെ ഇതിൽ വെച്ചിട്ട് ആദ്യമായിട്ടാണ് ഞാൻ ഇങ്ങനെ ഒരു കാര്യം ചെയ്യുന്നത്. വേറെ ഒന്നുമല്ല, ഇവിടെ ഇങ്ങനെ നീരിറങ്ങിയിട്ടൊരു വായ്പുണ്ണുണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ്, വർത്താനം പറയാനൊന്നും ആവുന്നില്ല. ഇപ്പുറത്തെ സൈഡിലാണെങ്കിൽ ഇപ്പുറത്തെ സൈഡ് മാത്രം വെച്ച് തിന്നിട്ട് ഇവിടെ വേദനിക്കുന്നു. ഇപ്പൊ ഇവിടെ വേദനിക്കുന്നു. ഇവിടെയാണെങ്കിൽ ചക്കച്ചോള നേരത്തൊന്നും ഞാൻ ട്രൈ ചെയ്തിട്ടുണ്ട്, പക്ഷെ നടക്കുന്നില്ല. പിന്നെ ഇതാണ് കരിക്കിന്റെ വെള്ളം. കരിക്കിന്റെ വെള്ളമൊക്കെ കണ്ടെത്താതെ ഇങ്ങനെ ഫാൻസർ ഇങ്ങനെ കൂടുമ്പോൾ അതൊക്കെ ഉണ്ടാവും. അങ്ങനെ എന്നാൽ നമുക്ക് ചക്ക ഉണ്ടാക്കുന്ന പ്രോസസ്സിലേക്ക് കിടക്കാം. ഷമിക്ക് നല്ല ഉറക്ക് വരുന്നുണ്ട്, പക്ഷെ എന്നാലും ഞാൻ സമ്മതിക്കില്ല. അമ്മൻ്റെ ശുണ്ടരാ കണ്ടോ, ഉറക്കം നല്ലോണം വരുന്നുണ്ട്, പക്ഷെ സമ്മതിക്കില്ല ഞാൻ ഉറങ്ങാൻ. അമ്മൻ്റെ മോനി കണ്ടാക്കിയെടുത്തും ശുണ്ടരാ എൻ്റെ ശുണ്ടരാ. ഇനിയിപ്പോൾ അത്രയും ദിവസം കൂടിയല്ലേ ഉള്ളൂ. ശുണ്ടരനെ ഇടങ്ങാറാക്കാൻ എനിക്കിനി പിന്നെ പറ്റിയില്ല. എഴുതിയിട്ട് ഇപ്പം സന്തോഷം. ശുണ്ടരാ ഒരറ്റും പറ്റിയിരുന്നുയരാടും ശിലപ്പൈങ്കിളി. അയ്യോ അയ്യയ്യേ. ഇപ്പോഴത്തെ പരിപാടി എന്താണെന്ന് വെച്ചാൽ നനക്കലാണ്. ലേറ്റ് അയക്കുന്നാലും ഇത് കണ്ടോ ഗൈസ്, എൻ്റെ ഈ മുളക് ചെടിക്ക് എന്തോ പറ്റിയിട്ടുണ്ട്. നനച്ചു കൊടുക്കുന്നുണ്ട് 2 നേരം, പക്ഷെ എന്തോ പറ്റി. കണ്ടോ, ഇതൊന്നും പക്ഷെ സീനില്ല. ഗൈസ് ആരും പിടിക്കണ്ട, ഷോമി എന്തോ കണ്ടിട്ടുണ്ട്. എന്തോ കണ്ട ആരെയോ ഉണ്ട്. അപ്പുറത്ത് പറമ്പത്ത് തേങ്ങ എടുക്കാൻ ആൾക്കാർ വന്നിട്ടുണ്ട്. എനിക്ക് തോന്നുന്നത് അത് കണ്ടിട്ടായിരിക്കും. വെണ്ടയുണ്ടായി. ഒരു സെറ്റ് വിളവെടുപ്പെന്നൊന്നും പറഞ്ഞൂടെ കേസ്. അച്ഛൻ കാണാൻ ഞാൻ കുറേ മുളക് പറിച്ചതിനകത്ത് നിന്നൊക്കെ. ഇനിയിപ്പം നെക്സ്റ്റ് ആവുന്നേ ഉള്ളൂ. 2-3 എണ്ണം വിത്തിന് എടുത്ത് വെച്ചിട്ട് ബാക്കിയൊക്കെ പറിച്ച്. ഇത് കണ്ടോ, ഇതും അതിൻ്റെ അവസ്ഥ. ഇതിൻ്റെ അവസ്ഥ ഇങ്ങനെ തന്നെ. വെള്ളം നനച്ചു കൊടുക്കുന്നുണ്ട്, പക്ഷെ ഇതിൻ്റെ അവസ്ഥ നോക്ക്, ആകെ ശോഷിച്ച് കിടക്കുന്നു. ചൂടിൻ്റെതായിരിക്കും എന്നാണ് എൻ്റെ ഒരു അനുമാനം. പക്ഷെ ഇതിന് മാത്രമേ ബാധിക്കുള്ളൂ, ഇതൊന്നും കുഴപ്പമില്ല. സന്തോഷം തരുന്നൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ കുറേ ഉണ്ടാകുന്നുണ്ട്, നാടൊന്നുണ്ട്. പിന്നെ ഇതിൻ്റെ ഇടയ്ക്ക് എവിടെ ഉണ്ടായിരുന്നല്ലോ, അതിൻ്റെ ഉള്ളിലുണ്ട്. ഇതുണ്ടോ, പിന്നെ ചെറിയൊരെണ്ണം ഉണ്ടോ, ഇതൊക്കെ ഉണ്ടാകുന്നുണ്ട് ഗൈസ്. എനിക്ക് പറഞ്ഞിട്ടുണ്ടല്ലോ, ഈ ഉണ്ടാകുന്ന കാണുമ്പോൾ നല്ല രസമാണ്. ഇത്രയും കഷ്ടപ്പെട്ട് നമ്മളൊരു എഫേർട്ട് എടുത്തിട്ട് ഒരു പണി ചെയ്തിട്ട്, ഞാനല്ല അച്ഛൻ, ഞാൻ പിന്നെ നനച്ചെടുക്കല്ലോ. പക്ഷെ എന്നാലും ഇതുണ്ടായി കാണുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പരിപാടിയാണ്. നല്ല രസമില്ല ഉണ്ടായിട്ട് കാണാൻ.
ഈ സാധനത്തിൻ്റെ പേരെന്തെന്ന് നിനക്ക് അറിഞ്ഞുകൂടാ. ചീരയൊക്കെ ഉണ്ടാവുന്നുണ്ട് ഗൈസ്. പിന്നെ ഇഞ്ചി ചേട്ടനുണ്ട്. പിന്നെ തക്കാളിയിലെ ഞാനിപ്പോൾ നല്ലോണം ശ്രദ്ധിക്കലുണ്ട് ഗൈസ്. ആദ്യം വലിയ ശ്രദ്ധ കൊടുക്കുകയില്ല, പക്ഷേ ഏട്ടായി വളരുന്നു എന്ന് തോന്നിയപ്പോൾ ഞാൻ നല്ലോണം ശ്രദ്ധിച്ച് ഈ കമ്പൊക്കെ ഞാൻ കുത്തിക്കൊടുത്തു. എന്തോ സുന്ദരനാക്കി തക്കാളീനെ ഞാൻ. തക്കാളി എൻ്റെ ഒരു അനുമാനത്തിൽ ഞാൻ പോകുന്നതിന് മുന്നേ ഉണ്ടാവുമെന്ന് തോന്നുന്നില്ല. സോ അത് കാണാനുള്ള യോഗം ഉണ്ടാവില്ല, നേരിട്ട് കാണാനുള്ള യോഗം ഉണ്ടാവില്ല. ഫോട്ടോ ശരിയായിരിക്കും എന്തായാലും. ഏറ്റവും കൂടുതൽ കാത്തിരിക്കുന്നതും ഈ തക്കാളിക്ക് വേണ്ടിയിട്ടാണ്. തക്കാളി ഉണ്ടാവാൻ ഏത് തക്കാളിയാണെന്നറിയണം. കുറേ പണിയില്ലേ. അവിടെ രണ്ട് ചെറുതെല്ലാം കുഴിച്ചിട്ടിട്ടുണ്ട്. ഇത് ചെറിയുള്ളി കുഴിച്ചിട്ടാണ് തോന്നുന്നു കേട്ടോ. കണ്ടിട്ട് ചെറിയുള്ളിൻ്റെ ഇതുപോലെ ഉണ്ട്. ചെറിയുള്ളിയാണോ ഇനിയിപ്പോൾ വെല്ലുള്ളിയാണോ എന്നുള്ളത് ചോദിച്ചു നോക്കണ്ട അച്ഛനോട്. ഗൈസ്, ഞാനും അച്ഛനും കൂടെ ഇപ്പോൾ എന്തെടുക്കാനോ പോയ അച്ഛൻ്റെ വണ്ടി കംപ്ലൈൻ്റ് ആയിട്ടുണ്ട്. എന്നാ പറ്റിയെന്ന് വെച്ചാൽ പെട്രോൾ അല്ലേ, പെട്രോളിൻ്റെ എന്തോ ഒരു സാധനം എന്താ വെച്ചാ കാർപ്പറേറ്ററാ. സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഉണ്ടാവും ഗൈസ്. എനിക്കിതിൻ്റെ അറിഞ്ഞൂടാ. ഞാൻ വണ്ടി കയറിയിരിക്കലേ ഉള്ളൂ, അല്ലാണ്ടൊന്നും അറിഞ്ഞൂടാ. എന്തോ സാധനം പോയി അങ്ങനെ വണ്ടി സൈഡായിട്ടുണ്ട്. അപ്പോൾ നമ്മളതിനെ എന്താക്കുന്നു, ഇപ്പം വലിച്ച് ഈ ഏകര ഇങ്ങോട്ടേക്ക് കയറ്റും, എന്നിട്ട് വീട്ടിലേക്ക് സൈഡാക്കും. എൻ്റെ അനിയൻ വന്നിട്ട് അതിനെ നന്നാക്കും എന്നാണ് എൻ്റെ ഒരു അനുമാനം. അവനങ്ങനെ വണ്ടി നന്നാക്കുന്ന ഒരു ശീലങ്ങളൊക്കെ ഉണ്ട്. അപ്പം വണ്ടി എടുക്കാനാണ് പോകുന്നത്. നല്ല വെയിലാണ്, ഭയങ്കര വെയിൽ. അച്ഛൻ നടന്നു പോന്നു. വണ്ടി അങ്ങ് പാർക്ക് ചെയ്തിട്ടുണ്ട്. നിങ്ങൾ കാണുന്നുണ്ടോ? അല്ല, അങ്ങോട്ട് പാർക്ക് ചെയ്തേക്ക്. ഇതാണ് നമ്മുടെ കാലപ്പഴക്കം സംഭവിച്ച വണ്ടി. ഒരുപാട് വർഷമായി അച്ഛൻ്റെ അടുത്ത്. ഒരുപാട് എന്ന് പറഞ്ഞാൽ ഒരുപാട്. ഇതൊരു എത്ര വർഷത്തെ പഴക്കമുണ്ട് അച്ഛാ? 15? യെസ്. അച്ഛൻ പൊന്നുപോലെ കൊണ്ടെടുക്കുന്ന വണ്ടിയാണ് ഗൈസ്. ചെറിയ സ്ക്രാച്ചൊക്കെ ഉണ്ടാവും, നിങ്ങൾ കാര്യമൊക്കെ ഉണ്ടാവും, എന്നാലും പൊന്നുപോലെയാണ് അച്ഛൻ കൊണ്ടെടുക്കുന്നത്. 15 വർഷം കൂടെ ഉണ്ടായിരുന്ന ഒരാളാണിത്. കണ്ടാ? ഇപ്പം ഇതിനെന്തോ ഉണ്ടെങ്കിൽ തരാം. എന്നാ സംഭവിച്ചേ? അതെ, എന്തോ സാധനം പോയി കേട്ടോ. എന്താ പേരൊന്നും ചോദിക്കരുത്. ആ സാധനം എന്തോ അതാ കണ്ടില്ലേ, അത് പോയി. അത് നന്നാക്കണം. അത് നന്നാക്കൽ അച്ഛനും അബിയും കൂടെ ചേർന്നിട്ട്, അതായത് എൻ്റെ അനിയനും കൂടെ ചേർന്നിട്ട് നന്നാക്കും. അവരാണ് ഇങ്ങനത്തെ കിൽപ്പിത്തിരികളൊക്കെ നോക്കുക. നമ്മളിങ്ങനത്തെ പരിപാടിക്കൊന്നും നോക്കില്ല. കണ്ടോ, ശുണ്ടരൻ. ഈ വണ്ടീനെ ഉന്തിക്കയറ്റണം, കാരണം അതെന്തോ സാധനം പോയിട്ടോ. ഇപ്പം ഉന്തിക്കയറ്റാണ്ട് വേറെ വഴിയില്ല, നമുക്ക് ഉന്തിക്കയറ്റാം. വണ്ടി ഓണായി, കയറുമല്ലോ നമ്മളിപ്പോൾ കാണാം ഗൈസ്. വണ്ടി ഓണായി ഗൈസ്. കയറുന്നുണ്ട് ഗൈസ്. അതോ ഓഫായി. ഇനി ഇവിടുന്ന് കുത്തിക്കയറ്റണം. വേക്കോട്ട് പോരല്ലേ. പഴയതിൻ്റെതായിട്ടുള്ളൊരു പ്രശ്നമുണ്ട് ഇതിന്. പക്ഷെ എന്താ ചെയ്യുക, നമുക്ക് അത്ര ഇഷ്ടപ്പെട്ടൊരു സാധനം നമ്മളങ്ങനെ വിട്ടു കൊടുക്കില്ലല്ലോ. അങ്ങനെ അച്ഛൻ പൊന്നുപോലെ കൊണ്ടു നടക്കുന്നത് അതിനെ. ഇത്രയും കയറ്റിച്ച് ഇനി ഇത്രയുണ്ട്. പക്ഷേ ഇത് ഇവിടെ ഭയങ്കര പാറ ആയതുകൊണ്ട് കയറുന്നില്ല. അച്ഛൻ ഇതാ കണ്ട പകുതിക്ക് നിപ്പിച്ച് വെച്ചത്. ഓ, എൻ്റെ അധ്വാനം. നിങ്ങളിപ്പോൾ നടു ഇതിലല്ലേ ഉള്ളു, നല്ല വെയിലാ. സൂര്യേട്ടൻ വല്ലാണ്ട് സഹായിക്കുന്നില്ല ചൂട് തന്നിട്ട്. അച്ഛൻ പണിതായത് എന്നോട് പറഞ്ഞ ഓല ഇങ്ങ് എടുക്കുന്ന പറഞ്ഞു. എനിക്ക് മനസ്സിലായി ഇതിൻ്റെ ഉള്ളിലുള്ള എന്തെന്നാന്ന്. നോക്ക്, ഈ അവസരത്തിൽ എന്താണ് അച്ഛന് പറയാനുള്ളത്?
അച്ഛനെ പൂർണ്ണമായിട്ട് നമ്മളൊരു പന്തലിൻ്റെ ഉള്ളിലേക്ക് മാറ്റി. കാല് പൊള്ളുന്നൊന്നും പറഞ്ഞിട്ട് നോക്ക് ഷൂവിൻ്റെ മുകളിലേക്ക്. ഗൈസ് ഇത് നമ്മൾ സക്സസ്ഫുള്ളി കംപ്ലീറ്റ് ആക്കി. ഇനി ഇത്തിരി ഭാഗം കൂടെ ഉണ്ട് ഗൈസ്. ഇത്തിരിയല്ല, കുറച്ച് ദൂരമുണ്ട്. അച്ഛനിതാ തളർന്ന്. ഓക്കെ സ്റ്റാർട്ട്. അമ്മച്ചിയാണ് നമ്മളിവിടെ വരെ എത്തിച്ച്. ആ കാലൊക്കെ കടയുന്നു. അയ്യോ ഇനിയുണ്ട് കുറച്ച് ദൂരം. നമ്മൾ ഇത്രയും ദൂരം കംപ്ലീറ്റ് ആക്കി ഗൈസ്, ഇത്രയും ദൂരം കംപ്ലീറ്റ് ആക്കി. അയ്യോ നമ്മുടെ മയിൽവാഹനം നമ്മൾ എത്തിച്ചു ഗൈസ്, എത്തിച്ചു. അയ്യോ അവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് വലിച്ചു വിട്ട്. ഇനി മൊത്തത്തിൽ റെസ്റ്റാണ്. അയ്യോ ഷോമി കളിക്കല്ലേ, അയ്യോ ഷോമി കളിക്കല്ലേ. എന്തുവാടാ? ഓ എൻ്റെ മൂക്കും കൊണ്ടിപ്പോൾ പോവേനു. അയ്യോ ഞാൻ കണ്ടില്ല. അച്ഛൻ ഇതാ ബോട്ടിലുണ്ട്. അച്ഛൻ കളിക്കുന്നൊക്കെ അച്ഛാ. കുളിച്ചു പക്കര പിടിച്ച് കളിക്കുന്ന ഷോമി. ഇനി അച്ഛൻ കടിക്കുന്നോക്കച്ച. എന്താടാ അമ്മേന്റെ മോൻ ഇങ്ങോട്ട് നോക്കിയമ്മ, അമ്മ നോക്കട്ടെ. എന്നാ ഇനി ഒറ്റക്കാക്കി പോയോന്നല്ല, നമ്മൾ വണ്ടി എടുക്കാൻ പോയതപ്പാ. മോൻ ഒറ്റക്കാക്കി പോയതിൻ്റെ ആണിങ്ങളിപ്പി കാണുന്നത് ഫുള്ളും. ഓ ഇനി ഒറ്റക്കാക്കിയതല്ല, എൻ്റെ മോൻ ഒറ്റക്കാക്കി പോയതല്ല അമ്മ. നമ്മളുണ്ടല്ലോ അച്ഛൻ്റെ വണ്ടി വഴിക്കായിപ്പോയി, അപ്പം അതെടുക്കാൻ പോയതാ. ആ സാരമില്ല പോട്ടെ. കളിക്കുന്നേ ഈ കൈ ഇങ്ങനെ വെച്ചു കൊടുക്കുന്നു. ഇടാ വിടടാ, അമ്മയുടെ കൈ പോവോ. എത്തിപ്പിടിക്കാൻ നിൽക്കുന്നതാ ഇത്. പോടാ ഗൈസ്. ഇങ്ങനെ ചോറിന് ചിക്കൻ ഫ്രൈയും ചീരേൻ്റെ ഉപ്പേരിയും ചക്ക പുഴുക്കുമായിരുന്നു. നല്ല അടിപൊളിയായിരുന്നു, നല്ല രസമുണ്ടായിരുന്നു. ഇതൊക്കെ കഴിച്ച് കഴിഞ്ഞതിന് ശേഷം പിന്നെ ചൂട് സഹിക്കാനാകുന്നില്ല. അങ്ങനെ ഞാൻ ഈ നിലത്തവിടെ കിടന്നതായിരുന്നു. കാവ്യയോട് നല്ല തണുപ്പുണ്ടാവും. ആളും എൻ്റെ അടുത്ത് തന്നെ പ്രസൻ്റായി, ഷോമിയേട്ടനും. പിന്നെ ആൾ കുറച്ച് നേരം അവിടെ കിടന്നു. പിന്നെ അവിടെ നിന്ന് എഴുന്നേറ്റ് പോയി. തപ്പി നോക്കുമ്പോൾ കട്ടിൻ്റെ അടിയിൽ നിന്ന് കിട്ടി. പിന്നെ അവിടെ തന്നെ കിടന്നങ്ങ് ഉറങ്ങി. രാത്രിയും ഇതേ ഫുഡും കാര്യങ്ങളൊക്കെ തന്നെ. രാത്രി നല്ല മഴയായിരുന്നു ഗൈസ്, അടിപൊളിയായിട്ട് ഉറങ്ങാൻ പറ്റി. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഗൈസ്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ബൈ ഫ്രം തേജ. ബൈ ഗൈസ്.